പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിന് ശേഷം പങ്കുവെക്കാനുള്ള കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് ബാഷ് ഇൻ ബെർലിൻ എന്ന WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് റിയ റിപ്ലിയുടെ പ്രൊമോ സെഗ്മെൻറ്റിനോട് കൂടിയിട്ടാണ്. ആ പ്രൊമോ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ലിവ് മോർഗനും ഡൊമിനിക് മിസ്റ്റീരിയോയും ക്രൗഡിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ എന്തുകൊണ്ട് റിയ റിപ്ലിയെ ചതിച്ചു എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ ഡൊമിനിക്ക് കൊടുക്കുന്നുണ്ട്. റിയ ഡൊമിനിക്കിന് കൊടുക്കാത്ത കുറേയധികം ഫ്രീഡം, അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ അത് ലിവ് മോർഗൻ ഡൊമിനിക്കിന് വാഗ്ദാനം ചെയ്തു. അതുകൊണ്ടാണ് റിയയെ ചതിച്ചുകൊണ്ട് ലിവ് മോർഗനെ ചൂസ് ചെയ്തത് എന്നുള്ളത് ഡൊമിനിക്ക് പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിനക്ക് വലിയൊരു ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഇങ്ങനെ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വലിയൊരു പ്രൊമോ നടക്കുന്ന ഒരു സമയത്താണ് ഡാമിൻ പ്രീസ്റ്റ് ലിവ് മോർഗൻ്റെയും ഡൊമിനിക്കിൻ്റെയും ബാക്കിൽ വന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് ഒരു ഫൈറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡാമിൻ പ്രീസ്റ്റ് ഡൊമിനിക്കിനെ ആക്രമിക്കുന്നു. റിയ റിപ്ലി ലിവിനെ ആക്രമിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നുണ്ട്. ലിവ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് റിങ്ങിലേക്ക് കയറിയ ഡൊമിനിക്കിനെ പിന്നാലെ വന്ന് ഡാമിൻ പ്രീസ്റ്റ് ആക്രമിക്കുന്നു. കാർലിറ്റോ ആ ഒരു സമയത്ത് വന്ന് ഡാമിൻ പ്രീസ്റ്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കാർലിറ്റോ വേഴ്സസ് ഡാമിൻ പ്രീസ്റ്റ് തമ്മിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ആ ഒരു മത്സരം ആരംഭിക്കുന്നു. മത്സരത്തിൽ ഡാമിൻ പ്രീസ്റ്റ് തന്നെയാണ് ഓവറോൾ കൺട്രോൾ ചെയ്തത്. അങ്ങനെ വലിയൊരു ആധിപത്യത്തോടു കൂടി ഡാമിൻ പ്രീസ്റ്റ് കാർലിറ്റോയെ പരാജയപ്പെടുത്തുന്നു. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ JD മെക്ഡോണ വന്നിട്ട് ഡാമിൻ പ്രീസ്റ്റിനെ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ JD മെക്ഡോണക്കെതിരെയും ഡാമിൻ പ്രീസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഡൊമിനിക്കും വന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയും ഡാമിൻ പ്രീസ്റ്റ് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൂടാതെ സഹായിക്കാൻ വേണ്ടി റിയ റിപ്ലി കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫിൻ ബാലറും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഇവർക്കൊന്നും ഡാമിൻ പ്രീസ്റ്റിനെയോ റിയ റിപ്ലിയെയോ ആക്രമിക്കാൻ സാധിക്കുന്നില്ല. ഇവരൊക്കെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരുവരും ആ ഒരു ഫൈറ്റ് കഴിഞ്ഞു എന്ന് തോന്നിപ്പിച്ചു. അങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് ടോപ്പ് റേപ്പിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ഡൊമിനിക്ക് ഒരു മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഡൊമിനിക്കിനെ ഡാമിൻ പ്രീസ്റ്റ് പിടിക്കുന്നുണ്ട്. ഡാമിൻ പ്രീസ്റ്റ് ഡൊമിനിക്കിനെ ആക്രമിക്കുന്നു. പിന്നീട് റിപ്റ്റൈഡ് എന്ന് പറയുന്ന റിയ റിപ്ലിയുടെ ഫിനിഷർ ഉപയോഗിച്ച് ഡൊമിനിക്കിനെ ആക്രമിക്കാൻ പോകുന്ന ഒരു സമയത്ത് ലിവ് മോർഗൻ വന്നിട്ട് ഡൊമിനിക്കിനെ സേവ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഡൊമിനിക് മിസ്റ്റീരിയോ ലിവിനെ സേവ് ചെയ്തതിൽ നിന്ന് ഈ ഒരു ആഴ്ച ഡൊമിനിക്കിനെ ലിവ് മോർഗൻ സേവ് ചെയ്യുന്നു. അങ്ങനെ ഈ ജഡ്ജ്മെൻ്റ് സ്റ്റോറിയുടെ ഭാഗമായിട്ടുള്ള സെഗ്മെൻറ്റുകൾ നമുക്ക് ഇന്നത്തെ റോയിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഈ സ്റ്റോറി ലൈൻ്റെ ഭാഗമായിക്കൊണ്ട് ബാഷ് ഇൻ ബെർലിൻ എന്ന ഈ ഒരു അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഡാമിൻ പ്രീസ്റ്റും റിയ റിപ്ലിയും ടീം ആയിക്കൊണ്ട് നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ, ഡൊമിനിക് മിസ്റ്റീരിയോ തുടങ്ങിയവർക്കെതിരെ ഒരു മിക്സ്ഡ് ടാഗ് ടീം മത്സരം കളിക്കുമെന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാഷ് ഇൻ ബെർലിനിലേക്ക് ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്ന മൂന്നാമത്തെ മത്സരം അത് ഇന്നത്തെ റോയിലെ ഈ ഒരു മിക്സ്ഡ് ടാഗ് ടീം മത്സരമാണെന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട്. ഇനി പങ്കുവെക്കാനുള്ളത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ഒരു 6 മാൻ ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. റോ എപ്പിസോഡിൽ നമുക്ക് ഒഡീസി ജോൺസിൻ്റെ ഒരു ഡെബ്യൂ മത്സരം കാണാൻ സാധിച്ചു. ഒരു ജോബർ റെസ്ലറിനെതിരെയാണ് മത്സരിച്ചത്. മത്സരത്തിൽ ഒഡീസി ജോൺസ് വിജയിച്ചു. മത്സരശേഷം കെറിയൻ ക്രോസും ഫൈനൽ ടാസ്റ്റ്മെൻറ്റും വന്നിട്ട് ഒരു മത്സരത്തിന് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്ത റോ എപ്പിസോഡിലേക്ക് കോഫി കിങ്സ്റ്റൺ ഒരു 6 മാൻ ടാഗ് ടീം മത്സരവും കൺഫേം ചെയ്യുന്നു. കോഫി കിങ്സ്റ്റൺ, ക്സാവിയർ വുഡ്സ്, ഒഡീസി ജോൺസ് തുടങ്ങിയവർ നേരിടുന്നത് കെറിയൻ ക്രോസ്, AOP ഓതേഴ്സ് ഓഫ് പെയിൻ തുടങ്ങിയ ഫൈനൽ ടാസ്റ്റ്മെൻറ്റ് എന്ന ഫാക്ഷനെയാണ്. ഇത്തരത്തിലുള്ള ഒരു 6 മാൻ ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോ എപ്പിസോഡിൽ ഒരു നമ്പർ 1 കണ്ടൻഡർ വുമൻസ് ടാഗ് ടീം മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ഷെയ്ന ബേസ്ലർ, സോയി സ്റ്റാർക്ക് തുടങ്ങിയവരുടെ ടീം ഡാമേജ് കൺട്രോളിലെ ഇയോ സ്കൈ, കൈറി സെയിൻ തുടങ്ങിയവരെയാണ് നേരിട്ടത്. മത്സരം അതിൻ്റെ മൂർധന്യ ലെവലിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് മത്സരം വീക്ഷിക്കാൻ വേണ്ടി റിംഗ് സൈഡിൽ വന്നിട്ടുണ്ടായിരുന്ന നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാർ അൺഹോളി യൂണിയൻ എന്ന് പറയുന്ന ടീമും മത്സരത്തിൽ ഇടപെടുന്നതും ഇതൊരു നോ കോൺടെസ്റ്റ് ആയിട്ട് അവസാനിക്കുന്നത്. അതായത് ഒരു വിജയിയെ ലഭിച്ചില്ല, ഡിസ്ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഒരു വിജയിയെ ലഭിച്ചില്ല. ഈ അൺഹോളി യൂണിയൻ എന്ന് പറയുന്ന ടീം ഈ ഡാമേജ് കൺട്രോളിനെയും ഷെയ്ന ബേസ്ലറിൻ്റെ ടീമിനെയും ആക്രമിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒരു ട്രിപ്പിൾ ത്രെറ്റ് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്യുന്നു. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ അൺഹോളി യൂണിയൻ, ഡാമേജ് കൺട്രോൾ, ഷെയ്ന ബേസ്ലർ, സോയി സ്റ്റാർക്ക് തുടങ്ങിയവരെ ക്കെതിരെ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ട്രിപ്പിൾ ത്രെറ്റ് മത്സരം ആണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് കൺഫേം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾസ് മത്സരം ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് റോയിലായി നമ്മൾ കണ്ടുവരുന്ന സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് ഷെയ്മസ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പീറ്റ് ഡണ്ണ് അദ്ദേഹത്തെ ആക്രമിച്ചതിനെ സംബന്ധിച്ചും എന്തിനാണ് പീറ്റ് ഡണ്ണ് തനിക്കെതിരെ ഒരു ശത്രുത പുലർത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും അങ്ങോട്ടേക്ക് ലുഡ്വിഗ് കൈസർ കയറി വരുന്നു. ഇവരും തമ്മിലുള്ള ആ ഒരു ഹിസ്റ്ററി അവർ സംസാരിക്കുന്നു. ആ ഒരു സമയത്ത് പീറ്റ് ഡൺ വന്നിട്ട്
ഷെയ്മസിനെ ആക്രമിക്കുന്നു. ഷെയ്മസ് ഉപയോഗിച്ചിരുന്ന ആ ഒരു പഴയ വെപ്പൻ ഇപ്പോഴും പീറ്റ് ഡണ്ണിൻ്റെ കയ്യിലുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ഷെയ്മസിൻ്റെ കൈ ഒക്കെ ആക്രമിച്ച് ഭയങ്കര വേദനയൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് പിന്നീട് പീറ്റ് ഡൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിനെ തുടർന്നുള്ള ഒരു സിംഗിൾസ് മത്സരവുമാണ് അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് സ്റ്റോറി ലൈനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു ഹീൽ ടേൺ കാണാൻ സാധിച്ചു. ഹീൽ ടേൺ എന്ന് പറയുമ്പോൾ ക്രിസ് ബ്രദേഴ്സിൻ്റെ ഒപ്പമുള്ള ഐവി നൈൽ എന്ന റെസ്ലറിൻ്റെ ഒരു ഹീൽ ടേൺ ആണ് കാണാൻ സാധിച്ചത്. ഐവി നൈൽ മെക്സിനി ഡുപ്രി എന്ന് പറയുന്ന സുഹൃത്തിനെ ആക്രമിച്ചുകൊണ്ട്, അതായത് യഥാർത്ഥത്തിൽ ഒരു ടെക്സസ് ടൊർണാഡോ മത്സരം ഇന്നത്തെ റോയിൽ നടക്കുന്നുണ്ടായിരുന്നു. ആൽഫ അക്കാദമി എന്ന് പറയുന്ന ടീമും അമേരിക്കൻ മെയ്ഡ് അഥവാ ക്രീഡ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ടീമും തമ്മിലുള്ള ആ ഒരു ടൊർണാഡോ മത്സരം, ആ ഒരു ടാഗ് ടീം മത്സരത്തിൽ ഇങ്ങനെ ആൽഫ അക്കാദമി വലിയൊരു മൊമെൻറ്റം സൃഷ്ടിച്ച് വരുന്ന ആ ഒരു സമയത്താണ് മെക്സിനി ഡുപ്രിയെ ഐവി നൈൽ ആക്രമിക്കുന്നത്. ഇതിന് മുൻപത്തെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഈ മത്സരത്തിൻ്റെ റിംഗ് സൈഡിൽ മെക്സിനിയോട് വരാൻ പാടില്ല എന്നുള്ളത് ഐവി നൈൽ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് മെക്സിനി തള്ളിക്കളയുന്നു. പിന്നീട് ക്രീഡ് ബ്രദേഴ്സിൻ്റെ ഒപ്പം തന്നെ നിൽക്കാനും ഒരു ഹീൽ ടേൺ സ്വീകരിക്കാനുമാണ് ഐവി നൈൽ ചൂസ് ചെയ്തത്. അതിന് പ്രകാരമുള്ള ഒരു ഹീൽ ടേൺ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോറി അപ്ഡേറ്റായി പങ്കുവെക്കാനുള്ളത് ആർത്രൂത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഇന്നത്തെ റോ എപ്പിസോഡിലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ മിസിന് ഒരു മത്സരം ആർത്രൂത്ത് സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രോൺ എന്ന് പറയുന്ന ഒരു റെസ്ലറുമായിട്ടാണ് മത്സരം എന്നുള്ളത് ആർത്രൂത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബ്രോൺ ബ്രേക്കർ ആണോ എന്നുള്ളത് മിസ് ചോദിക്കുന്നു. ബ്രോൺ ബ്രേക്കർ അല്ല, പക്ഷേ ബ്രോൺ എന്ന് പറയുന്ന ഒരാളാണ്. പെട്ടെന്ന് നോക്കുന്ന ഒരു സമയത്ത് അത് ബിഗ് ബ്രോൺസൺ റീഡാണെന്ന് മിസ് മനസ്സിലാക്കുന്നു. ആർത്രൂത്തും റാൻഡി ഓർട്ടനൊക്കെ മിസിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. മത്സരത്തിൽ ബ്രോൺസൺ റീഡാണ് വിജയിക്കുന്നത്. മത്സരശേഷം ആർത്രൂത്തിനെ ബ്രൂട്ടലായി ബ്രോൺസൺ റീഡ് ആക്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ റോയിൽ സെത്ത് റോളിൻസിനെ ബ്രോൺസൺ റീഡ് എങ്ങനെയാണ് ആക്രമിച്ചത്, സമാനമായ രീതിയിൽ ആർത്രൂത്തിനെ ആക്രമിക്കുന്നുണ്ട്. ആർത്രൂത്തിനെ ഒന്നുമല്ലാതാക്കുന്ന രീതിയിലുള്ള 6 സുനാമി എന്ന് പറയുന്ന ടോപ്പ് റോപ്പ് ഫിനിഷിംഗ് മൂവാണ് ബ്രോൺസൺ റീഡ് ചെയ്തത്. ബ്രോൺസൺ റീഡിനെ മിക്കവാറും സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് സ്റ്റോറി ലൈൻ പ്രകാരമുള്ളത് ആർത്രൂത്തിനെ ഒരു ഇഞ്ചുറി പോലെ കാണിച്ച് റോയിൽ നിന്ന് മാറ്റി നിർത്താനും സാധ്യതയുണ്ട്. ഓൾറെഡി സെത്തിന് ഇഞ്ചുറി ആണെന്നുള്ളത് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു ഇഞ്ചുറിയാണ്. മറ്റൊരു സ്റ്റോറി അപ്ഡേറ്റ് പങ്കുവെക്കാനുള്ള റോ എപ്പിസോഡിൽ ബോ ഡാലസ് എന്താണ് ആ ഒരു വീഡിയോ ടൈപ്പിൽ പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബോ ഡാലസ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ വൈറ്റ് 6ൻ്റെ ഡെബ്യൂ മത്സരത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. വൈറ്റ് ഫാമിലി ഡെബ്യൂ ചെയ്ത അതേ ഒരു എറീനയിൽ വെച്ച് ഡെബ്യൂ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ആ ഒരു സന്തോഷമാണ് ബോ ഡാലസ് പങ്കുവെക്കുന്നത്. എന്നാൽ തങ്ങളുടെ വർക്ക് പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന് ഇനിയും കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ടെന്നുള്ളതും ബോ ഡാലസ് പറയുന്നുണ്ട്. എന്തൊക്കെയോ അവരുടെ ഒരു ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഇനിയും കുറേയധികം കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ജാഡ് ഗേബിൾ അതുപോലെ തന്നെ അമേരിക്കൻ മെയ്ഡ് അവർക്കെതിരെയുള്ള ഒരു സ്റ്റോറിയുടെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകുമോ എന്നുള്ളതിൻ്റെ യാതൊരുവിധ സൂചനയും നൽകിയിട്ടില്ല. പുതിയ എതിരാളികൾ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും നൽകിയിട്ടില്ല. പക്ഷേ എന്തൊക്കെയോ ബിഗ് കാര്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് എന്നുള്ളത് ബോ ഡാലസ് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രൊമോ സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വൈകാരികമായിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. അതായത് ബോ ഡാലസ് ബ്രൈവൈറ്റിൻ്റെ ആ ഒരു വൈറ്റ് ഫാമിലി ഡെബ്യൂ ചെയ്ത ഒരു സ്ഥലത്ത് ഡെബ്യൂ ചെയ്യിപ്പിക്കാൻ വൈറ്റ് 6നെ കൊണ്ട് സാധിപ്പിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വൈകാരികമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്കിതിൽ കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ പങ്കുവെക്കാനുള്ള അവസാനത്തെ ഒരു സ്റ്റോറി അപ്ഡേറ്റ് ബ്രോൺ ബ്രേക്കറിന് ഇനി പുതിയ ചലഞ്ചറായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന ബെസ്റ്റ് ഓഫ് 3 മത്സരം, അതായത് 2 ഔട്ട് ഓഫ് 3 ഫോൾസ് മത്സരത്തിൽ ബ്രോൺസൺ റീഡ് സാമിസിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. മത്സരം കണ്ടിരിക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്ത ഒരു മത്സരമായിരുന്നു. മത്സരത്തിൽ ആദ്യ പിൻഫോൾ സാമിസിനും രണ്ടാമത്തെ പിൻഫോളും മൂന്നാമത്തെ പിൻഫോളും ബ്രോൺ ബ്രേക്കറിനുമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിൻ്റെ പുതിയ എതിരാളി ആരായിരിക്കും എന്നുള്ളത് ഇനി വരുന്ന റോ എപ്പിസോഡിലൂടെ അവർ റിവീൽ ചെയ്യും. നമുക്കതിൻ്റെ റൂമേഴ്സ് കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നിന്ന് പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.